ഞാൻ മരിക്കണമെങ്കിൽ എൻ്റെ ആയുസ് തീർന്നിരിക്കണം. അതിപ്പോൾ വീട്ടിനകത്തായാലും പോരെ. ഒരു ഫാന് പൊട്ടി വീണാൽ മതിയല്ലോ. അത്രയ്ക്ക് കാര്യമേ ഉള്ളൂ മരണത്തിന്. നടൻ സന്തോഷ് നായർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാചകങ്ങളാണിവ. മോഹിനിയാട്ടം തിയേറ്ററുകളിൽ ഗംഭീരമായ പ്രദർശനം തുടരുമ്പോൾ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ ഒരു അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണിവ. വളരെ ഞെട്ടലോടെയാണ് ഇന്ന് മലയാളി പ്രേക്ഷകർ എണീറ്റത്. കഴിഞ്ഞ ദിവസത്തെ ഇലക്ഷൻ്റെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് നോക്കുമ്പോഴുള്ള വാർത്ത സന്തോഷ് നായരുടെ മരണമാണ്. പത്തനംതിട്ട ഏനാത്ത് വെച്ച് നടന്ന കാർ അപകടം. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറും അദ്ദേഹം ഭാര്യയും സഞ്ചരിച്ചിരുന്ന കാറ് ഒരു ലോറിയിൽ ഇടിക്കുകയുണ്ടായി. ആ കാറിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. വളരെ അധികം വലിയ അപകടം തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സന്തോഷ് നായർ ഫ്രണ്ട് സീറ്റിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കാറിൻ്റെ ഫ്രണ്ട് ഭാഗം പൂർണ്ണമായും നശിക്കുന്ന രീതിയിലേക്കാണ് കാറ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഭയങ്കരമായ പരിക്കുകളോടുകൂടിയാണ് സന്തോഷ് നായരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. അങ്ങനെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു സന്തോഷ് നായരുടേത്. ഭാര്യ ശുഭശ്രീയാണ്. ശുഭശ്രീ ഇപ്പോഴും ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ശ്രമമാണ്. ഭയങ്കരമായ പരിക്കുകൾ ശുഭശ്രീക്കും ഉണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ് സിനിമാ മേഖലയിൽ നിൽക്കുന്നത്. എന്തായാലും മോഹൻലാലിൻ്റെ ജൂനിയറായിരുന്നു. MG കോളേജിൽ മോഹൻലാലിൻ്റെ ജൂനിയറായിട്ട് സന്തോഷ് നായർ പഠിക്കുന്നുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് അതിലേക്ക് പോവാം. അദ്ദേഹം സന്തോഷ് നായരുടെ മരണത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് എത്തിയിരിക്കുന്നത്. ആ പോസ്റ്റിലേക്ക് നേരെ പോവാം. ഏറെ വിഷമിക്കുന്ന ഒരു ദുഃഖവാർത്തയാണ് ഇന്ന് രാവിലെ കേട്ടത്. വ്യക്തിപരമായി ഒരുപാട് അടുപ്പമുള്ള പ്രിയപ്പെട്ട സന്തോഷ് ഒരു വാഹനാപകടത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കോളേജിൽ എൻ്റെ ജൂനിയറായിരുന്നു സന്തോഷ്. ആ കാലം തൊട്ടേ നല്ലൊരു സുഹൃത്തും സഹോദരനുമായിരുന്നു അദ്ദേഹം എനിക്ക്. ഒട്ടനവധി സിനിമകളിൽ ഞങ്ങൾ ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട്. തലയെടുപ്പുള്ള വ്യക്തിത്വമായി ഏവരുടെയും സ്നേഹം പിടിച്ചുപറ്റിയ നല്ലൊരു മനസ്സിൻ്റെ ഉടമ. സന്തോഷിൻ്റെ അകാലത്തിലുള്ള വേർപാടിൽ വേദനയുടെ ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ പോസ്റ്റ് ഇട്ടേക്കുന്നത്. എന്തായാലും സന്തോഷിൻ്റെ മരണം വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു അപകടം തന്നെയാണെന്ന് ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 100ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും എടുത്തു പറയുന്ന ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തിൽ പറയാനുള്ളത് സാഗർ ഇലിയാസ് ജാക്കിയുടെ വലങ്കയായിട്ട് 20-ാം നൂറ്റാണ്ടെന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ വലങ്കയായിട്ട് നിൽക്കുന്ന കഥാപാത്രം സന്തോഷ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമൊന്നുമല്ല, നായകനായും സഹനടനായും വില്ലൻ, ഹാസ്യതാരം, അങ്ങനെ പല രീതിയിലും ഈ 100 സിനിമകളിൽ അദ്ദേഹം ആ ഒരു ഫിലിമോഗ്രഫിയിലൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയിരുന്നൊരു സിനിമാ ജീവിതമാണ് സന്തോഷിൻ്റേത്. എന്തായാലും സന്തോഷിൻ്റെ മരണം ഞെട്ടലുണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പെട്ടെന്നായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു വാഹനാപകടം അത് സംഭവിക്കുകയായിരുന്നു. എന്തായാലും സന്തോഷിൻ്റെ ഭാര്യ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരികെ എത്തണമെന്നുള്ള പ്രാർത്ഥനകൾ കേരളമൊട്ടാകെയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.